ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോയോളം ബീഫാണ് കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു വലിയ സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുകയാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി ചേർക്കുകയാണ്. ഗരം മസാല പൊടി ഇല്ലെങ്കിൽ പകരം ബീഫ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കിന് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ എല്ലാം കൂടെ ഒരുപാട് അങ്ങ് വെള്ളമായി പോകും കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 10 വിസിൽ വരുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടിപ്പോൾ ഞാൻ വേറൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുകയാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് വെള്ളമൊന്നും ഇല്ലാണ്ട് വെള്ളത്തിൽ നിന്ന് വാർത്തിട്ട് ഈ എണ്ണയിലേക്ക് നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും അതുപോലെ ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ തുടരായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നല്ല ഫ്രൈ ആയി നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് സമയമാകുമ്പോഴത്തേക്കിന് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അതല്ല ഒന്നും കൂടെ ഡാർക്ക് കളർ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത എണ്ണയിൽ കൂടാതെ അഡീഷണലായിട്ട് പിന്നെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, ദാ നല്ല പോലെ ബീഫ് ഫ്രൈ ആയി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.